ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഇന്ന് റെഡിയാക്കാൻ പോണത്. ഈ ഒരു കഞ്ഞി നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറി നമുക്ക് നല്ല ഉന്മേഷം കിട്ടും. കൂടാതെ നമുക്കിത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് നമുക്ക് ഒരു സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 സ്പൂൺ ആശാളിയാണ്. നിങ്ങളുടെ നാട്ടിൽ ആശാളിക്ക് എന്താ പറയണതെന്ന് എനിക്കറിയില്ല, ഞങ്ങളതിന് ആശാളി എന്നാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു 3 പേർക്ക് കഴിക്കാനുള്ള കഞ്ഞിയെ റെഡിയാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന അരി നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജീരക അരിയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളവും തിളച്ച് കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മുടെ അരി ഇവിടെ നമ്മൾ നല്ലോണം തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഈ കഞ്ഞിക്ക് പറയുന്ന പേര് ജീരകക്കഞ്ഞി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ കഞ്ഞിക്ക് എന്ത് പേരാണ് പറയണതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പല നാടുകളിലും പല പേരാണല്ലോ പറയണത്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തിളച്ച് കഴിയുമ്പം ഇത് നല്ലോണം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10-20 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മളുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് 20 മിനിറ്റോളം വേവിക്കാം. ഇപ്പം നല്ലോണം നമ്മൾ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റൊക്കെ മതിയാവും. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 6 കഷ്ണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ജീരകമാണ്. കുറച്ച് ജീരകം മതി. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ലോണം അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ തേങ്ങ ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ തേങ്ങ ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അരി വെന്തത് നോക്കാം. അപ്പോൾ നമ്മളുടെ അരി ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല, കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്നും മൂടി വെച്ച് ഒന്നും കൂടി ഒരു 10 മിനിറ്റോളം നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളുടെ ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടും കേട്ടോ. നമ്മൾക്ക് വെള്ളം വറ്റി കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പാകം വരുന്നത്. ഇപ്പോൾ നമ്മളുടെ അരിയൊക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കഴിയുമ്പം ഇത് നല്ല കഞ്ഞി പോലെയായി കിട്ടും. നമുക്ക് ഒരുപാട് വെള്ളത്തിൽ വേവിക്കുമ്പം കഞ്ഞിക്ക് ലൂസ് കൂടി പോകും കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. ഇതിൽ നമ്മൾ ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇത് കഴിക്കണ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കഴിക്കുകയാണ് ചെയ്യാറ്. ചിലർ നേരത്തെ തന്നെ ഉപ്പ് ചേർക്കുന്നവരുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്തെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കണ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കഴിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി നല്ലോണം തിളച്ചിട്ടുണ്ട്. കഞ്ഞി തിളച്ചിട്ട് ഒരു 2 മിനിറ്റോളം തേങ്ങയുടെ പച്ചച്ചൊക്കയൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മളുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമ്മൾ നെയ്യിൽ ഉള്ളിയും കറിവേപ്പിലയിട്ട് താളിച്ചെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലോണം വട്ടത്തിൽ അരിഞ്ഞാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒരു ബ്രൗൺ കളറാവണ വരെയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു പാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. വേറെ ഒരു ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു കഞ്ഞിക്ക് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അച്ചാറോ ബീഫ് കറിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കുകയാണെങ്കിലും നല്ലതാണ്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ ജീരകക്കഞ്ഞി താളിക്കുമ്പോൾ എപ്പോഴും നെയ്യിൽ തന്നെ താളിക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിൽ താളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യിൽ താളിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയത്താഴത്തിന് കഴിക്കാനും ഉപയോഗിക്കാം. നമ്മളിത് രാത്രി റെഡിയാക്കി എടുത്തു വെച്ചാൽ രാവിലത്തേക്ക് ചീത്തയായി പോകുമൊന്നുമില്ല. നല്ല ടേസ്റ്റിയും ആയിരിക്കും. നമുക്കിത് ഇടയത്താഴത്തിന് കഴിക്കാനും നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.